welcome to Gaston Dark Media, and we are coming to review 3 in 1 after lot of years. അപ്പോൾ ഈ സിനിമയിൽ ഇതിൽ ഈ 3 in 1 റിവ്യൂവിൽ 2 സിനിമകളെ കുറിച്ചും ഒരു സീരീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ല രണ്ട് സിനിമകളുടെ കാര്യം പറയാം. അത് കഴിഞ്ഞിട്ട് സീരീസിൻ്റെ കാര്യം ഞാൻ പറയുള്ളൂ. അപ്പോൾ ആദ്യം റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് മാസ്ക്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് കവിൻ, ആൻഡ്രിയ ജെർമിയ, പിന്നെ പവൻ, പിന്നെ രുഹാനി ശർമ്മ, അച്യുത് കുമാർ, പിന്നെ ബാലസുബ്രമണ്യൻ, പിന്നെ റൈറ്ററായിട്ട് നമ്മുടെ നെൽസണുണ്ട്. പിന്നെ ഇത് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വികർണൻ അശോക് എന്ന് പറഞ്ഞ ഒരാളാണ്. പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ്രിയും വെറ്റർമാരെല്ലാം കൂടി ചേർന്നിട്ടാണ്. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജി പ്രകാശ് കുമാറാണ്. പിന്നെ സിനിമാറ്റോഗ്രഫി ബൈ R.D. രാജശേഖർ. ഇത്രയാണ് സിനിമയെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം പറയാം, സ്റ്റണ്ട് ബൈ പീറ്റർ ഹെയ്ൻ. പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പൊളിപ്പടം. എൻ്റെ പടം ഹൈലി പോസിറ്റീവ്സ് ഫസ്റ്റ് പറയാം. ഹൈലി പോസിറ്റീവ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോറി, സ്ക്രീൻ പ്ലേ ആൻഡ് ഡയറക്ടർ ബ്രില്യൻസ്. ലോട്ട് ഓഫ് ഡയറക്ടർ ബ്രില്യൻസ് ഇൻ ദിസ് മൂവി. പിന്നെ കവിൻ്റെ പെർഫോമൻസ്, പിന്നെ ആൻഡ്രിയ എന്ന് പറഞ്ഞാൽ ഇവൻ ഇപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലോട്ടും സ്കോർ ചെയ്ത് വില്ലെത്തിയായിട്ടുള്ള ആൻഡ്രിയാണ്. അതൊരു വലിയ പോസിറ്റീവാണ് എനിക്ക്. പിന്നെ ഇതിൽ ചാർലി എന്ന് പറഞ്ഞിട്ടുള്ള അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതും അത്യാവശ്യം നൈസായിരുന്നു. ക്ലൈമാക്സ് ട്വിസ്റ്റ് ഈസ് ഹൈലി പോസിറ്റീവ്. പിന്നെ പാട്ടും അത്യാവശ്യം ഹൈലി പോസിറ്റീവ് ആയിരുന്നു. ബാക്കിയെല്ലാം പോസിറ്റീവ്സാണ്. നോ നെഗറ്റീവ്സ് ഇൻ ദിസ് മൂവി. പിന്നെ ഈ സിനിമയുടെ കഥയെന്ന് ഞാൻ പറഞ്ഞ് സ്പോയിൽ ചെയ്യിക്കുന്നില്ല. നെറ്റ്ഫ്ലിക്സിൽ കിടപ്പുണ്ട്, വേണമെങ്കിൽ നോക്കാൻ നെറ്റ്ഫ്ലിക്സിലുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഒരു ഡാർക്ക് കോമഡി ത്രില്ലർ പടം കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് ദിസ് മൂവി, ആൻഡ് ദിസ് ഈസ് എ മസ്റ്റ് വാച്ച് മൂവി ഫോർ ഓൾ ഓഫ് us. പിന്നെ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്തത് പറയാൻ പോകുന്ന പടത്തിൻ്റെ പേര് രാജാ സാബ്. അയ്യോ, പടത്തിൽ അഭിനയിച്ച പ്രഭാസ്, മാളവിക മോഹനൻ, നിധി അഗർവാൾ, രതി കുമാർ, പിന്നെ സഞ്ജയ് ദത്ത്, സെറീന വഹാബ്, പിന്നെ ക്യാമിയായിട്ട് ബോമൻ ഇറാനി ഉണ്ട്, പിന്നെ കലാനന്ദി ഉണ്ട്, പിന്നെ വേറെ ആയിരിക്കും അഭിനയിച്ചിരിക്കുന്നത് VTV ഗണേഷ്, പിന്നെ തെലുങ്ക് കോമഡി സത്യ. ഇത്ര പേരാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഹർഷ ചെമ്മടുണ്ട് സിനിമയിൽ. പടം സ്ഥിതിക്കുന്നത് മാരുതി ദുസരിയാണ്. മീൻസ് ഗോപിചന്ദിൻ്റെ പക്ക കൊമേഴ്ഷ്യലി. പിന്നെ നമ്മുടെ നാഗരത്തിൻ്റെ ഒരു പടം ഉണ്ടല്ലോ, എന്ത് ശൈലജ റെഡ്ഡിയ, അതിൽ ഇവരൊക്കെ ഉണ്ട്, രമ്യ കൃഷ്ണൻ, അവരൊക്കെ ഉണ്ട്. അപ്പം ആ സിനിമയും പിന്നെ ഒരു അല്ലു അർജുൻ്റെ അല്ലു അർജുൻ എന്ന് പറഞ്ഞ് തെറ്റി പോയതാണ്. അല്ലു അർജുൻ്റെ അനിയൻ അടുത്തുണ്ട്, അല്ലു സുരേഷ് എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ ഒരു മലങ്കൾ, എനിക്ക് ഏറ്റവും വലിയ മലങ്കൾട്ട് തോന്നിയിട്ടുള്ള പൊട്ടജൻ്റെ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് സിനിമയുടെ റൈറ്റർ. ആൻഡ് സ്ക്രീൻ പ്ലേ ബൈ ആൾസോ ഹിം. പടത്തിൻ്റെ സിനിമാറ്റോഗ്രഫി കാർത്തിക് പളനി. പിന്നെ എഡിറ്റഡ് ബൈ കോട്ടഗിരി വെങ്കടേശ്വര റാവു. പ്രൊഡ്യൂസ്ഡ് ബൈ TG വിശ്വപ്രസാദ്, മീൻസ് പീപ്പിൾ മീഡിയ ഫാക്ടറി. പിന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ അലോക് സിംഗ്, മ്യൂസിക് ഡയറക്ടർ തമന്നസ്.
പടം എങ്ങനെ ചോദിച്ചത് എന്താ സംഭവം? ഷോർട്ട് കാണുന്നവന് മീൻസ് ഒരു പകുതി ആകുമ്പോഴത്തേക്ക് ഛർദി വരും. അമ്മാതിരി എടുത്തിട്ട പടം. ദ വേസ്റ്റ് മീൻസ് മറ്റേ കഴിഞ്ഞ വർഷത്തെ വേസ്റ്റ്, എനിക്ക് കഴിഞ്ഞ വർഷം തന്ന ഏറ്റവും വേസ്റ്റായിട്ട് തോന്നിയ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വീരമല്ലുവായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ അത് ഇത് കേട്ട് അത് ആവറേജ് എന്നേ തോന്നുള്ളൂ. ഇത് ആ സിനിമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ സിനിമ ആവറേജ് ഇട്ട് തോന്നുള്ളൂ. നോട്ട് ബെറ്റർ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ആവറേജ്, ജസ്റ്റ് ആവറേജ് ഇവിടെ നിന്ന് തോന്നുള്ളൂ. ഈ പടം പിന്നെ ഈ വർഷത്തെ വേസ്റ്റ് മൂവി മീൻസ് ഞാൻ ഇത്രയും വൃത്തികെട്ടൊരു പടം സത്യമാണ് പ്രഭാകരൻ എൻ്റെ അടുത്തൊന്നും വാച്ച് ചേച്ചില്ല. എൻ്റെ ഇടയിൽ സെക്കൻഡ് പാർട്ട് എൻ്റെ ഇടും മതിയിട്ട ഉണ്ടാകും. പിന്നെ ഒരു കാര്യമുണ്ട്, അത് ഞാൻ പതുക്കെ പറയട്ടെ. ഹൈലി പോസിറ്റീവ്സിലോട്ട് കിടക്കാം. ഹൈലി പോസിറ്റീവ്സിലോട്ട് കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ മീൻസ് ഈ സിനിമയുടെ പ്രഭാസ് ഡബിളാട്ടോ. അപ്പോൾ ലാസ്റ്റ് ഒരു ലുക്കുണ്ട് മീൻസ് ജോക്കറിൻ്റെ ഡാർക്ക് നൈറ്റിലെ ജോക്കറിൻ്റെ ലുക്കിൽ വരുന്നുണ്ട് പ്രഭാസ്. ആ ലുക്ക് അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ ബോമൻ ഇറാനിയുടെ ഒരു ക്യാമറ ഉണ്ട് 5 മിനിറ്റത്തേക്ക്, അത് അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ നമ്മുടെ ഞാനെന്ത് ഒരു സീൻ 1 മിനിറ്റത്തേക്ക് വന്ന് പോയിട്ടുണ്ടായിരുന്നു, അത് അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ പാട്ട് നൈസായിരുന്നു, ബാക്കി എൻ്റെ ചവറുകളാണ്. പിന്നെ സ്റ്റോറി നൈസായിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഒന്നും അതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ കാശ്മീരിയാണ്. കാശ്മീർ ഇഷ്ടമുള്ളവർ മാത്രമേ ഇത് ഉള്ളവർ കണ്ട കഥ കണക്റ്റ് ആവും, ബട്ട് പടം കണക്റ്റ് ആവില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. അത് തന്നെയാണ് ഫുള്ള് ഇവർ ഏരിയ ചെയ്യണത്. ബട്ട് ആ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ടിൻ്റെ ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്കാം നടത്തിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ ഡയറക്ടർ എന്തായാലും സെക്കൻഡ് പാർട്ട് ആവശ്യമില്ല. സെക്കൻഡ് പാർട്ട് കൊണ്ട് എടുത്തിട്ട് മാറ്റിക്കളാം, ആവശ്യമില്ല, ഒട്ടും ആവശ്യമില്ല സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൻ്റെ പേര് കാണണം, ഒരു രാജസാബ് 2 സർക്കസ് 1975. ഹലോ എന്തോന്നടേ നമ്മൾക്ക് ഭ്രാന്തല്ലെങ്കിൽ വട്ടിൻ്റെ മീൻസ് മാരുതിയുടെ ഞാൻ ആകെ ഇങ്ങനെ 3 പടം കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മീൻസ് ഇങ്ങനത്തെ ഒരു പടം ചെയ്യുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം പക്കാ കമേഴ്സിൽ എനിക്ക് അൺറേറ്റഡ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല ശൈലജ റെഡിയാ എന്നൊരു പറഞ്ഞൊരു പടമുണ്ട്, നമ്മുടെ രാജേത്തിനെയും രമ്യകൃഷ്ണനോടുള്ളത്. അത് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. പിന്നെ അത് എൻ്റെ മലങ്ങളുണ്ട്, അത് സീരീസിൻ്റെ കണ്ടതിൽ വെച്ച് ഏറ്റവും മലങ്ങളുടേതായിരുന്നു. ആര്യോടെ എൻ്റെ 8 പടം ചെയ്തിട്ടുള്ളൂ, അത് 3 പടം എനിക്ക് പിടിക്കാൻ തരുന്നിട്ടുണ്ട്. അതിലൊന്നും ഓരോ സീവോ, പിന്നെ അതൊരു ആവറേജ് പടമാണ്, ഇത് അങ്ങനത്തെ വേണം. പിന്നെ ABCയുടെ തെലുങ്ക് റീമേക്ക്, അത് പിന്നെ 10 ഇത് 3 എനിക്ക് ഇഷ്ടപ്പെടാൻ തരുന്നത്. എനിക്ക് 5 എനിക്കിഷ്ടമായിരുന്നു. പിന്നെ ഞാൻ 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന സിനിമ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. മീൻസ് അതിൽ അങ്ങനെ ഏമയാണ്, എന്നാലും അത് കയറി പിടിച്ചിട്ടുണ്ട്. അതിലൂടെ ഇതിലൂടെ നടക്കുക എന്തോ പാടോടെ സത്യം പറയാല്ലേ. ഇത് OTT വാങ്ങിച്ച ഹോട്ട്സ്റ്റാറിന് ബിരിയാണി ഒന്നല്ല കൊടുക്കുന്നുണ്ട്, ഫാൻസ് ബിരിയാണി ഒന്നല്ല കൊടുക്കുന്നുണ്ട്, തല്ലാണ് ചുറ്റിക എടുത്തുകൊണ്ട് അങ്ങന്മാരുടെ തലമണ്ടയ്ക്ക് അടിക്കേണ്ടത്. എന്തിനാണ് ഇതൊക്കെ OTTയിലോട്ട് ഇട്ടിട്ട് എന്ന മാതിരിയാണ് എനിക്ക് സത്യം പറഞ്ഞു തോന്നിയത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് സ്റ്റോറി വൈസ് സ്റ്റോറി ബോമിൻ്റെ ക്യാമിയോ, പിന്നെ എൻ്റെ ക്യാമിയോ, പിന്നെ പാട്ട്, ഇത്ര എനിക്ക് പേഴ്സണലി, പിന്നെ പ്രഭാസിൻ്റെ ജോക്കർ ലുക്ക്, ഇത്ര എനിക്ക് പേഴ്സണലി സിനിമയെ പിടിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം ചവറാണ്. എൻ്റെ പൊന്നെ പൊളിഞ്ഞ് കയറി വേറിപ്പോയി. ഇതിൽ ഏറ്റവും വലിയ കോമഡി സഞ്ജയ് ദത്തും. പിന്നെ പ്രഭാസ് മീൻ ചെറി ബാഹുബലി ഔട്ട് തുടങ്ങിയതാണ് അങ്ങനെ മീൻ ചെറി.
ഇപ്പോഴാണ് എൻ്റെ ഇടയ്ക്ക് ശരിയാക്കിയിട്ടാണ് ഇപ്പോൾ സ്പിരിറ്റിൻ്റെ 2 ഷെഡ്യൂൾ എൻ്റെ പറഞ്ഞ ഏന്ന് പറഞ്ഞു ശരിയാക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ മറ്റേ മാർച്ചിൽ സ്പിരിറ്റിൻ്റെ 2 ഷെഡ്യൂളിന് പോകണം. അതൊരു സന്തോഷം. ഇനി അങ്ങനെ VFX പ്രഭാസ് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതൊരു ഭാഗ്യം. ഈ സിനിമ പിന്നെ ഇങ്ങനെ ബാഹുബലി 2 ശേഷം VFX ചെയ്യാതെ മീൻസ് ഇങ്ങനെ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ മീൻസ് ഡ്യൂപ്പൊന്നും ഉപയോഗിക്കാതെ ചെയ്തിട്ടുള്ളത് അന്ന് സാഹോയും പിന്നെ പറയണ ഒരു വേറെ കൊണ്ട് ആ സലാറും ആയിരുന്നു. എല്ലാത്തിനും ഭയങ്കര VFX യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇങ്ങനെ ആകെ മര്യാദയ്ക്ക് VFX ചെയ്തിരിക്കണത് കൽക്കിയിലായിരുന്നു. കൽക്കി 289 AD എന്നൊരു സിനിമയിലായിരുന്നു. പിന്നെ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. മാളയമാന് സത്യം പറയാമല്ലോ, ഈ സിനിമയിൽ എന്തിനാണ് 3 ഹീറോയിൻ അവിടെ കഥയ്ക്ക് മീൻസ് കാശ്മീരുടെ ഇഷ്ടമുള്ളതൊക്കെ അറിയാം. അതിൽ ഒറ്റ ഹീറോയിനെ ഓക്കെ അങ്ങനെ ഡബിൾ റോളാണ് സമ്മതിച്ച്. കാർത്തി ഡബിൾ റോളായിരുന്നു സിനിമയിൽ. അതിൽ ഒരു റോളിന് ഒരു ഹീറോയിനും ഒരു വേറൊരു ഹീറോയിനും അങ്ങനെയായിരുന്നു. ബട്ട് എന്നാൽ പോലും അങ്ങനെ ആയിരുന്നെങ്കിൽ ഓക്കെ, എന്തെങ്കിലും കാര്യമുണ്ട്. എല്ലാവർക്കും മീൻസ് പ്രഭാസിന് ശരിക്കും 3 ഹീറോയിനൊന്നും പറ്റൂല. ഇതൊരുപാട് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. 2 ഹീറോയിനുള്ള പടം കെരുകൊണ്ട് വരല്ലേ. ഓക്കെ മിസ്റ്റർ പെർഫെക്റ്റ് ഓക്കെ, അത് ആദ്യം അഭിനയിച്ച് അന്ന് ട്രയാങ്കിൾ ലോസ്റ്റർ പറ്റൂല, ട്രയാങ്കിൾ സ്ക്വയറൊന്നും പറ്റൂല. എന്ത് തോന്നിട്ട് കഷ്ടകാലത്തിന് കയറി വന്നതാണ്. സത്യം പറയാം, ഞാൻ ഒരു കാര്യം പറയാം. അത് എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുന്ന പറഞ്ഞോളൂ എന്നാൽ ഞാൻ പറയാം. എന്താ വെച്ചാൽ ഞാൻ കാശ്മീർ ലോക്ക്ഡൗൺ സമയത്താണ് കാണുന്നത്. അപ്പോൾ ആ സിനിമ കണ്ട സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ പ്രഭാസ് ശിവനെ പോലത്തെ ഒരു പടം ചെയ്യണമെന്ന്. ഒരു നല്ലൊരു ഡയറക്ടർ ഇതിൻ്റെ കൂടെ ആ സിനിമയുടെ അങ്ങനെ സിനിമ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു ഡയറക്ടർ മീൻസ് അങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്യാൻ അറിയാവുന്ന ഒരു ഡയറക്ടറെ വെച്ച് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ബട്ട് ആ തൊലച്ച് കളഞ്ഞിരിക്കുന്നു. മീൻസ് അന്ന് പ്രഭാസിന് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ സ്റ്റോറികളുള്ള സിനിമ ചെയ്യാൻ പറ്റും എന്നുള്ള എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ബട്ട് എക്സിക്യൂഷൻ തെറ്റിപ്പോയി. എക്സിക്യൂഷൻ ഭയങ്കര മോശമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇങ്ങനത്തെ ഒരു പണം ചെയ്തിട്ട് ഭയങ്കര എന്താ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നോക്കിയാൽ തേഞ്ഞു വേറെ ആരെങ്കിലും ചെയ്യിപ്പിക്കുകയെന്ന് തോന്നി. അതുകൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞ ഈ വർഷം ഇപ്പോൾ ഫെബ്രുവരി ആയി, ഈ വർഷത്തെ ആദ്യമായിട്ടാണ് ഒരു പടം കണ്ടിട്ട് മീൻസ് 2026 തുടങ്ങിയിട്ട് കണ്ട പടങ്ങളിൽ ആകെ ഇഷ്ടപ്പെടാൻ സിനിമ എന്തായിരുന്നു. മീൻസ് ആകെ കണ്ടിരിക്കേണ്ട പരാശക്തി ഭാവാത്തിയാർ ഏരിയൊന്നും തോന്നുന്നു, ഞാൻ കറക്റ്റായിട്ട് ഓർക്കണില്ല. ഭാവാത്തിയാരും കണ്ടത് നല്ല ഓർമ്മയുണ്ട്. അത്യാവശ്യം നൈസ് പടം. ഭാവാത്തിയിലേക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് റോസ്റ്റ് ചെയ്യാൻ തോന്നുന്നു, എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് പേഴ്സണലി ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മീൻസ് അബവ് ആവറേജ് ഫിലിമായിരുന്നു. എനിക്ക് കോമഡിയായിട്ട് തോന്നിയ സിനിമയുടെ സീൻസൊക്കെ ഉണ്ട്, ചില മാസ് സീൻസ് മീൻസ്. കാരണം അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, അതിൽ കൂടി ഒരുമിച്ച് വരുന്ന സീൻസിലെല്ലാം കോമഡിയായിട്ട് തോന്നിയിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് എന്തെങ്കിലും ആവട്ടെ. പിന്നെ പോസിറ്റീവ് സെക്കൻഡ് ലീഡ് എല്ലാം എനിക്ക് ആ സിനിമ കുഴപ്പമില്ലാത്ത ഫീൽ ചെയ്തു. മീൻസ് നല്ലതായിട്ടാണ് ഫീൽ ചെയ്തത്. അതെന്തെങ്കിലും ആവട്ടെ. അതിൻ്റെ കാര്യം തൽക്കാലത്തേക്ക് ഞാൻ പിന്നെ എന്തായാലും മൂന്നാമത്തേലോട്ട് തുടങ്ങാം. ഇതൊരു സിനിമ റിവ്യൂ അല്ല, ദിസ് ഈസ് എ സീരീസ് റിവ്യൂ. സീരീസിൻ്റെ പേര് ഫാർമ. അപ്പോൾ അതിൽ അഭിനയിച്ചിരിക്കുന്നത് നിവിൻ പോളി, പിന്നെ വീണ നന്ദകുമാർ, പിന്നെ നരൻ, പിന്നെ ശ്രുതി രാമചന്ദ്രൻ, പിന്നെ രജിത് കപൂർ എന്നിവരാണ്. പടം ഈ സീരീസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്
അരുൺ പുരുഷോത്തമൻ എന്ന് പറഞ്ഞതാണ്. പിന്നെ പടത്തിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് JHP ജോയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ബൈ അഭിനന്ദൻ രാമനുജൻ. ഇത്രയാണ് എനിക്ക് പേഴ്സണലി ഈ സീരീസിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ. പിന്നെ ഈ സീരീസ് വന്നിരിക്കുന്നത് ഹോട്ട്സ്റ്റാറിലാണ്. ഈ സീരീസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വാസം വേറെ ലെവൽ സീരീസ്. ഇതിപ്പോൾ എനിക്കറിയാം ഈ സീരീസ് ഇപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാലും കാണാത്തവരാണെങ്കിൽ ഞങ്ങൾ ഈ സീരീസ് കണ്ടു നോക്കണം. മസ്റ്റ് വാച്ച് സീരീസ്. എന്തായാലും പറയാൻ പറഞ്ഞു കേട്ടോ, ഈ സീരീസ് ടോട്ടൽ 8 എപ്പിസോഡുണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈലി പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ നിവിൻ പോളി, ശ്രീവതി രാമചന്ദ്രൻ, രജിത് കപൂർ എന്നത്. പിന്നെ ഇതിൽ വില്ലനായിട്ടുള്ള എന്താണ് അങ്ങയുടെ പേരെന്തെന്നായിരുന്നു? ആലൈവ് ഗഫൂർ. ആരതടേ ഇവൻ? ഇങ്ങനത്തെ ഒരു പടം ഞാൻ കണ്ടിട്ടില്ല. ഏതാ പുതുമുഖം തോന്നുന്നു. കടിച്ച് ഒന്നില്ല പൈസ ഒന്ന് എന്താ പ്രാണി കടിച്ചാണ് തട്ടിടഞ്ഞ. പിന്നെ ഒരു അതിൻ്റെ പോസിറ്റീവായിട്ട് വന്നത് സിനിമാറ്റോഗ്രഫി ആൻഡ് സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ. ഇതൊക്കെ അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ എഡിറ്റിംഗ് അത്യാവശ്യം നൈസ്. ആരും എഡിറ്റ് ചെയ്ത് അറിയണം കേട്ടോ. പിന്നെ കാസ്റ്റിംഗ് ഡയറക്ടറിന് പ്രത്യേകിച്ച് കൈയടി കൊടുക്കണം. കാരണം അങ്ങനെ അത്യാവശ്യം മീൻസ് അങ്ങനെ നല്ലോണം കാസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും പറയാൻ പറഞ്ഞത് സർവമ്മയ്ക്ക് മുമ്പ് ഇറങ്ങിയതാണ് കേട്ടോ. സീരീസാണ്. എന്തായാലും ബേബി ഗേൾ ബോത്ത്സ് മീൻസ് ഇപ്പോൾ ഒരുപാട് നടക്കുന്ന കാര്യമാണ്. എന്തായാലും പറയാൻ ഒന്നുമില്ല. നല്ല പടം ഇറങ്ങിയാൽ ബോക്സ് ഓഫീസ് കയറുന്നു നാശാക്കി വിടും. അതെല്ലാം ഇപ്പോൾ ഒരുപാട് നടക്കുന്ന ആയതുകൊണ്ട് ഞാൻ പറയണില്ല. ഇപ്പോൾ പറഞ്ഞ് ഞാൻ മടുത്ത്. അതുകൊണ്ട് ഞാൻ അത് ഞാൻ ഒന്നുമില്ല. ബേബികളുടെ കാര്യം പറഞ്ഞത്. ബേബികളുടെ മദ്രാസിൻ്റെ ഒക്കെയാണ്. അത് ഏതൊക്കെ പടത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയണത് നിങ്ങൾക്ക് അറിയായിരിക്കും. അതുകൊണ്ട് പ്ലീസ് ഉണ്ട് അത് ഏതൊക്കെ പടം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ലൈവ് ഇടാം. ഇപ്പോഴല്ല, ഒരു മാർച്ചിന് ശേഷം. ബിക്കോസ് ഞാൻ ഇനി കുറച്ച് നാളത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഒരു മാർച്ച് പകുതി ആകുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ മാർച്ച് പകുതി അല്ലെങ്കിൽ മാർച്ച് ലാസ്റ്റ് ഒരു മാർച്ച് 20-ന് ശേഷം ഒക്കെ ആയിട്ടായിരിക്കും റിവ്യൂ വരാം. അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കുക. ഒരു 1.5 മാസം പോയാൽ 1 മാസത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ഇപ്പോൾ എനിക്ക് ഇത്ര അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഈ മൂവി റിവ്യൂ 3-in-1 റിവ്യൂ ഇൻ 3-in-1 അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ 3 പടങ്ങൾ ഈ മീൻസ് മാസ്ക്, രാജസഭ എന്നീ 2 പടങ്ങൾ കണ്ടവരാണ് എങ്കിലും പിന്നെ ഫാർമ എന്ന് പറയുന്ന സീരീസ് കണ്ടവരാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വരിക. ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറയുന്ന ആവശ്യമുണ്ടാകുന്ന നാമത്തെ സഹായിക്കുക. ബൈ ബൈ ഡെൽറ്റ വസ്കസ്.